അപ്പോൾ അതേ പതിവ് പോലെ തന്നെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. ചാരമൊക്കെ വാരി അവിടേക്ക് ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. വെറുതെ ഒന്ന് വെള്ളം നനച്ച് തുണി മുക്കി ഒന്ന് തുടച്ചെടുക്കുവാണ്. എന്നും പതിവ് പോലെ രാത്രി നമ്മൾ കഴുകി ഇട്ടിട്ടാണ് കിടക്കാറ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി കഴുകിയതൊന്നുമില്ല, കറണ്ട് പോയതുകൊണ്ട് തന്നെ പോയങ്ങ് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രാവിലെ എണീറ്റ് നല്ല ഐശ്വര്യമായിട്ട് അവിടേക്ക് ഒന്ന് തുടച്ച് കൊച്ചു കൊച്ചു ചുള്ളി വിറവുണ്ടല്ലോ, എനിക്ക് എളുപ്പം അതാണ് കേട്ടോ. ചുള്ളി വിറവ് ഇങ്ങനെ പറക്കിക്കൊണ്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മണ്ണെണ്ണ ഇങ്ങനെ ഒന്ന് മുക്കിയെടുക്കുക, തീ പിടിപ്പിക്കുക. ഈസി ആയിട്ട് തീ പിടിക്കുകയും ചെയ്യും. അങ്ങനെ തീയൊക്കെ പിടിപ്പിച്ചു. രാവിലെ പുട്ടായിരുന്നേ, അപ്പം ഞാൻ കുക്കറിൽ ചിരട്ടപ്പുട്ടായതുകൊണ്ട് കുക്കറിലല്ലേ വെക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അങ്ങനെ പുട്ടൊക്കെ അവിടെ ആവിയൊക്കെ കയറ്റി എടുക്കുന്നുണ്ട്. സൂര്യനൊക്കെ ഉദിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ പാത്തുക്കുട്ടി ഇവിടെ പല്ലൊക്കെ തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മദ്രസയുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് രാവിലെ കാപ്പിയൊക്കെ കൊടുക്കണം. അപ്പോൾ 9 മണിക്ക് മദ്രസയെ കൊണ്ടാക്കേണ്ടതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് പാലിരിപ്പുണ്ടായിരുന്നു, അതൊക്കെ ഇട്ടിട്ട് ചായ ഇടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും പോയി. ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അനിയത്തി ഇവിടെ വിളിച്ചുണർത്തിക്കൊണ്ട് വരുന്നതൊന്നുമല്ല, അവൾ എണീച്ചിട്ട് ഒന്നുകൂടെ പോയി കിടന്നതാണ് കേട്ടോ. അപ്പോൾ തേയില ഞങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കും. ഞാൻ നോക്കിയാൽ അവിടെ ഒന്നും കാണത്തില്ല. അങ്ങനെ അവൾ വന്ന് അതൊക്കെ എടുത്ത് തന്ന് അതേ ചായയൊക്കെ റെഡിയാക്കി. കുറച്ച് പഞ്ചസാര ഇടാതെ ചായ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ ശ്രദ്ധിച്ചാലും കുറച്ച് ചായ ഗ്യാസിലോട്ട് തിളച്ച് തൂകിപ്പോകും കേട്ടോ. അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്ര നേരം നിന്നാലും അത് ചായ തിളച്ച് തൂകി പോകത്തുമില്ല. പക്ഷേ ഗ്യാസിൽ എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലും കുറച്ചൊക്കെ പോകും. അങ്ങനെ കൊച്ചിന് കാപ്പിയൊക്കെ കൊടുത്ത് ഇതേ അവളെ ഞാൻ മദ്രസയിലേക്ക് ഒരുക്കി കൊണ്ട് പോവുകയാണ് കേട്ടോ. പക്ഷേ പോക്ക് വെറുതെ ആയിരുന്നു. ഇന്ന് മദ്രസ ഇല്ലായിരുന്നു, ഒരു മരണമൊക്കെ നടന്നതുകൊണ്ട് തന്നെ അവിടെ മയ്യും അടക്കലും പരിപാടിയൊക്കെ ആയിട്ട് ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരെ അങ്ങ് തിരികെ പോന്നു. വന്നപ്പോഴത്തേക്കും എന്തേ കുറേ കരിയില ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് തൂക്കാൻ വേണ്ടിയിട്ട്. നല്ല വെയിൽ ഉറച്ചതുകൊണ്ട് ഞാൻ ഫ്രണ്ട് മുറ്റം മാത്രം ഒന്ന് തൂത്തിട്ടിട്ടുണ്ട്. ബാക്കിയൊക്കെ വൈകുന്നേരം നല്ല ഇതുപോലെ ഒന്ന് വെയിലൊക്കെ ആറിയതിന് ശേഷം തൂക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെള്ളം തോരാൻ വേണ്ടിയിട്ട് നേരെ അടുക്കളയിലോട്ട് കയറി. പിന്നെ അടുക്കളയിലോട്ട് പോകുന്ന കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ കിട്ടിയത് മത്തിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ കയറിക്കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടുകൂടി നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ടാറ്റാ, ബൈ.